അല്ലല്ല, അടുത്ത ഒരു 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 എന്താ പറയണ്ട, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ, ഒരു എന്താ പറയണ്ടേ, ലവ് ആക്ഷൻ ഡ്രാമ പോലെ അല്ലെങ്കിൽ പോലും റോംകോം അല്ല, പക്ഷെ ഒരു എന്റർടൈനർ പരിപാടി തന്നെ ആയിരിക്കും അടുത്ത്. മാസ് പരിപാടി അല്ലാത്ത ഒരു പരിപാടി. ഏതാ? ആ ആ ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു. ആ അങ്ങനെ കിട്ടിയോ? ഇല്ലേ, അങ്ങനെയൊന്നും കിട്ടിയില്ല. നമ്മൾ അതൊന്നും അല്ലല്ലോ. നമുക്ക് സിനിമ ഓടുക, ഒരു ഇപ്പം ഫെസ്റ്റിവലിലായിരുന്നു അന്ന് വന്നത്, സിനിമ ഓടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമ ഓടുക, പ്രൊഡ്യൂസർ അന്ന് നമ്മളെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കാശ് കിട്ടുക, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പർപ്പസ്. സിനിമ നന്നായാൽ, അല്ലെങ്കിൽ ആ സമയം ഫെസ്റ്റിവൽ സമയം കൂടിയാണ്. അപ്പം നമുക്ക് കുറേ പടങ്ങൾ ക്ലാഷ് വന്ന സമയം, ഇട്ടിമാണി, ബ്രദേഴ്സ് ഡേ, ഫൈനൽസ്, അങ്ങനെ ഓണം സമയത്തും കൂടിയാണ്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയായി മാറി. എന്നാൽ പോലും ഭയങ്കരമായിട്ട് മിക്സഡ് വന്നിട്ടുണ്ട്. ഫെസ്റ്റിവലാകുമ്പോൾ നമുക്ക് മിക്സഡ് റെസ്പോൺസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പിന്നെ അന്ന് ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പോർഷൻ അധികമുള്ള സിനിമകളോട് ആൾക്കാർ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവും. ആ തള്ളിക്കയറ്റം നമുക്ക് ആ സമയത്ത് കിട്ടി. പിന്നീട് സിനിമ OTT ഇതിലൊക്കെ വന്ന സമയത്ത് വീണ്ടും മിക്സഡ്. തിയേറ്ററിൽ ഭയങ്കരമായി ഓടിയ സിനിമകളൊക്കെ OTT വരുന്ന സമയത്ത് പലപ്പോഴും വീണുപോയ സിനിമകളുണ്ട്, ഒരുപാട് സിനിമകൾ. കാരണം തിയേറ്ററിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആർത്തുല്ലസിച്ച് ചിരിച്ച് വന്ന സിനിമകൾ OTT വരുന്ന സമയത്ത് പോലും ചില സിനിമകൾ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആകും, ഭയങ്കര മിക്സഡ് വരുന്ന സിനിമകളുണ്ട്. ഇപ്പം അടുത്തിറങ്ങിയ പല സിനിമകൾ പോലും. അതേപോലെ തന്നെ തിയേറ്ററിൽ ഒരു ഏജ് ഗ്രൂപ്പിന് വർക്കായ സിനിമ പലപ്പോഴും നെക്സ്റ്റ്, അല്ലെങ്കിൽ 30+, 35+ന് മുകളിലുള്ളവർക്ക്, അല്ലെങ്കിൽ ഫാമിലി ഇഷ്ടപ്പെടാത്ത പല സിനിമകളുണ്ട്. ലവ് ആക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം കൊണ്ടും മിക്സഡ് റെസ്പോൺസ് വന്നതാണ്. എന്നുവെച്ചാൽ കളക്ഷൻ വന്നിട്ടും എല്ലാവരും സിനിമ കണ്ടു, പക്ഷെ അപ്പോഴും ഒരു 60-40 അല്ലെങ്കിൽ ആ ലെവലിൽ മാത്രമാണ് നമുക്ക് അഭിപ്രായം ഉണ്ടായിരുന്നത്. കുറേ പേർക്ക് ഇഷ്ടമായി, കുറേ പേര് ചിരിച്ചു, കുറേ പേര് കൊള്ളൂല എന്ന് പറഞ്ഞു. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ റിവ്യൂ സിസ്റ്റം പോലും ഇപ്പോഴത്തെ ചിലർക്ക് ഒക്കെ ഭയങ്കര പേഴ്സണൽ ആണല്ലോ. സിനിമ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലർക്കത് ഇഷ്ടമാകും, ചിലർക്കത് ഇഷ്ടമാവില്ല. ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് പലതും പറയും. ഇപ്പം നമ്മളിപ്പം നമ്മളെ സിനിമകൾ പോലും വർഷാവകാശം ചെയ്ത സമയത്ത് പോലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, വർക്ക് ചെയ്ത ആൾക്കാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. സിനിമയല്ലേ, സിനിമ ഓരോരാൾക്കാരുടെ കാഴ്ചപ്പാടില്ല. അപ്പോൾ അത് രീതിയിൽ അന്ന് ലവ് ആക്ഷൻ മിക്സഡ് റെസ്പോൺസ് വന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ. അല്ല, അതുകൊണ്ടല്ലോ കോപ്പിറൈറ്റ് അതിന്റെ ഒഫീഷ്യൽ തംബ്നെയിൽ പോസ്റ്റർ യൂസ് ചെയ്തുകൊണ്ടാണല്ലോ കോപ്പിറൈറ്റ്. അല്ല, ഇത് ഞാൻ ഓൾറെഡി ഞാൻ കോക്കുമായിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ ഇരുന്നിട്ടുണ്ടല്ലോ, സില്ലി മോങ്സിന് വിഷ്ണുവിൻ്റെ കൂടെ. അതിന് ഞാനിത് അന്നും അശ്വന്തിനോട് സംസാരിച്ച കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേഴ്സണലി ആൾക്കാരെ ഇത് ചെയ്യുമ്പോൾ മാത്രമേ ഇതിനകത്തോട്ട് സിനിമയെക്കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാം. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് കംപ്ലീറ്റ്ലി. അല്ലാതെ പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ പുള്ളി ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില കേസുകളിൽ ചിലവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പുള്ളി ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അത് വിഷമാവും. അത് പുള്ളിക്കും അറിയാമെന്നു പുള്ളി. അത് ചിലപ്പോൾ നമ്മൾ നദികളുടെ സമയത്തൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് അശ്വന്ത് പടം ഇഷ്ടപ്പെട്ട്, എൻ്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്നോട് നമ്പർ എടുത്ത് വിളിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ഒരുപാട് നേരം ഫോണിൽ സംസാരിച്ചു. അപ്പം പുള്ളി ജെനുവിൻ, എനിക്ക് തോന്നിയുള്ള പുള്ളി ജെനുവിൻ ഫിലിം ലവറാണ് എന്തൊക്കെ പറഞ്ഞാൽ. പിന്നെ പുള്ളിക്ക് അതിൽ നിന്നൊരു, ഇപ്പം യൂട്യൂബ്, ഇപ്പം നമ്മൾ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും ഇതിനൊക്കെ ഒരു റവന്യൂ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ആ റവന്യൂ ജനറേറ്റ് ചെയ്യുക, ഇപ്പോൾ സിനിമയെ നന്നാക്കുക, സിനിമയെ ഉദ്ധരിക്കുന്നതല്ലല്ലോ ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കുറേ ഫോളോവേഴ്സ് ഉണ്ട്,
ആ ഫോളോവേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാർ, നമ്മളാരും നിർബന്ധിച്ച് പുള്ളി ആരും എന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. പുള്ളിയുടെ റിവ്യൂകൾ ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ ഒരു സംസാര ശൈലിയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. നമ്മളിൽ പലരും പുള്ളിയുടെ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? പുള്ളിയുടെ ഒരു സംസാരം അല്ലെങ്കിൽ ശൈലി നമുക്ക് എവിടെയൊക്കെയോ ഇഷ്ടമാണ്. പുള്ളി വളരെ ബ്ലണ്ടായിട്ട് ചില ആൾക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിന് പേഴ്സണലി അവരെ ഹരാസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും തോന്നി, ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും. കാരണം ആരും നേരത്തെ പറഞ്ഞ പോലെ ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലല്ലോ. നന്നാവണം എന്ന് വെച്ചാൽ ജെനുവിൻലി ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്നു. പടം ചിലപ്പം മോശമായി പോകുന്ന സമയത്ത് അവരെ പേഴ്സണൽ അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇത്. ഞാൻ ഇന്റർവ്യൂവില് അശ്വന്തിനോട് തന്നെ കോക്കിനോട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വിഷയമാണ്. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്, അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്. അപ്പൊ ചില സമയത്ത് ആ ലൈന് ബ്രീച്ച് ആയി കഴിയുമ്പോൾ അത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആവും. ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഒഫൻഡഡ് ആവും. അപ്പോൾ ഒഫൻഡഡ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇപ്പൊ കഴിഞ്ഞ ഏതൊക്കെയോ സിനിമകൾ വന്നപ്പോൾ കോക്കും പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷമൊക്കെ ഉണ്ടാവാൻ കാരണം അത് ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത്, ഒരു തിൻ ലൈൻ ആണല്ലോ, ആ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഒഫൻസീവ് ആകുമ്പോൾ ആൾക്കാർ അതിന് റിയാക്ട് ചെയ്യും, തിരിച്ച് പുള്ളി റിയാക്ട് ചെയ്യും. അല്ല, ഇതൊക്കെ വിത്തിൻ സോഷ്യൽ മീഡിയ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ പവറും സാധാരണക്കാരും. സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരുവിധ വിഷയമില്ല എന്നാണ്. കാരണം ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അശ്വന്ത് നല്ലത് എന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് ഓടിയ സിനിമകളുണ്ട്. അശ്വന്ത് മോശമാണെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ ചില ആൾക്കാർ പുള്ളിനെ ഫോളോ ചെയ്യുന്നു. ആ ഫോളോവേഴ്സ് ബ്ലൈൻഡായിട്ട് പുള്ളിനെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നുമല്ല മലയാളികൾ. നമ്മൾ മലയാളികൾ അങ്ങനെ ആരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് കാണാമെന്നിരിക്കുന്നില്ല. പിന്നെ വേർഡ് ഓഫ് മൗത്ത് എന്നുള്ളൊരു സാധനം എന്തായാലും ഉണ്ട്. കാരണം സിനിമ ഒരാളുടെ മാത്രം ഒരു അഭിപ്രായത്തിന്റെ പുറത്തൊന്നുമല്ല നമ്മൾ സിനിമ കാണാതിരിക്കുന്നത്. ഡെഫിനറ്റ്ലി പടം നല്ലതാണെങ്കിൽ ആ വേർഡ് ഓഫ് മൗത്തിൽ ഒരു റിവ്യൂ സിസ്റ്റം കൊണ്ടൊന്നും ഒരു സിനിമ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പുള്ളി ആരും ഭയക്കേണ്ട കാര്യമോ പേടിക്കേണ്ട കാര്യമോ പുള്ളി ആരുടെയും ശത്രുവൊന്നും ആവുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായപ്പോൾ എന്നെ ഉൾപ്പെടെ പുള്ളി വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ജെനുവിൻ ഫിലിം ലവറാണെന്ന് തോന്നിയിട്ടുള്ള ആളാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആവുന്ന സമയത്ത് ഇത് ലൈൻ ബ്രീച്ച് ചെയ്യുമ്പോൾ ചിലർക്ക് ഹേർട്ട് ആകുമ്പോഴുള്ള പ്രശ്നമാണിത്. അത്രയേ ഉള്ളൂ. സാധാരണക്കാരനായ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള സാധാരണക്കാരുടെ വേഷമാണ് ഹാസ്യത്തിന് പ്രാധാന്യമുള്ള വേഷങ്ങളിലൂടെ കൂടുതൽ ചോദിക്കാൻ കാരണം അതിന്റെ വർഷങ്ങൾക്ക് ശേഷം വളരെ ബോൾഡാണ്, ഏജിലാണ് ക്യാരക്ടർ. ഇപ്പൊ ഗാനം സമീപിക്കുന്ന സ്ക്രിപ്റ്റുകളും അത്തരത്തിലുള്ളതാണ്. അപ്പം അതിനുശേഷം ഒരു ചൂടുമാറ്റം ബോൾഡാരുടെ ക്യാരക്ടർ ചെയ്താൽ മതി അങ്ങനെ വിശകലനം വല്ലതും നടത്തിയിട്ടുണ്ട്? ഒന്നും നടത്തിയിട്ടില്ല, ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കൂടുതൽ ചൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചൂസ് ചെയ്തിട്ടൊന്നും ചെയ്തതല്ലെന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു സൗഹൃദത്തിന്റെ പുറത്തുണ്ടായ സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ചേട്ടനുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പ്രശ്നം. ചേട്ടനാണല്ലോ, ചേട്ടൻ്റെ സിനിമയ്ക്ക് വിളിക്കുന്നു. എന്റെ സിനിമകൾ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യാറില്ല, എന്നെ ചൂസ് ചെയ്യാറാണ് പതിവ്. അതെ, ആത്മാർത്ഥത എന്തൊക്കെയാണെങ്കിലും നമുക്ക് മനുഷ്യന്മാരോടും ആണല്ലോ ആത്മാർത്ഥത സ്നേഹമൊക്കെ. അപ്പം നമുക്ക് ഒരു ബന്ധമുണ്ട് ഒരാളുമായിട്ട്. അപ്പൊ അദ്ദേഹം മഹേഷേട്ടൻ ഇത്രയും കാലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ പുള്ളി ഒരു മോശം സിനിമയായിട്ട് വരില്ല എന്നൊരു ഒരു വിശ്വാസം, നമ്മൾ ആ വിശ്വാസത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അത്രയോ. ടൈറ്റിൽ എനിക്ക് തോന്നുന്നു ആദ്യമേ ടൈറ്റിൽ ഇട്ടിരുന്നു ഈ സിനിമ. പിന്നെ ഈ സിനിമയായിട്ട് കുറച്ച് കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു ടൈറ്റിലാണ്. മഹേഷേട്ടൻ്റെ സിനിമകൾക്കൊക്കെ ഉള്ള ടൈറ്റിലൊക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എവിടെയൊക്കെ കുറച്ച് പൈങ്കിളിയൊക്കെ തോന്നുമെങ്കിലും അല്ലേ. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പോ ആ ഒരു ടൈമില് ചേട്ടൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതായത് ബേസിൽ ഇപ്പൊ ഒരു ലോഡ്ജ് എടുത്ത് അടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗുരുവായൂർ അമ്പലനട ഇറങ്ങിയപ്പം ഓഡിയൻസ് കമന്റിൽ വന്ന് അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ തിരിച്ചു പറഞ്ഞു, ഞാൻ ഇതൊന്നും കാണാൻ കഴിയാതെ. അല്ല, ഇതൊക്കെ തമാശക്ക് നമ്മൾ പറയുന്നല്ലേ, ഇതൊക്കെ വെറുതെ. അല്ല, ഇത് നമ്മള് ബേസിനോട് ചോദിച്ചപ്പം ബേസിനേട്ടൻ പറഞ്ഞു ധ്യാൻ ഇന്നലെ വിളിച്ചായിരുന്നു, പക്ഷെ അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതാണ് എന്റെ തമാശ. അല്ല, ഞാൻ പറയണത് ഞാൻ അവനും തമ്മിലുള്ള ഒരു സൗഹൃദം എത്ര വർഷമായിട്ടുള്ളത്. അപ്പൊ നമ്മളെന്ത് പറഞ്ഞാലും അത് അവനങ്ങനെ മദ്യപിക്കുന്ന ആളൊന്നുമല്ല. അപ്പൊ അവൻ മദ്യപിക്കുമെന്ന് എനിക്ക് എത്ര കാലമായില്ലോ, കഞ്ചാണല്ലോ. അപ്പൊ അല്ല, അങ്ങനെയല്ല, അത് ഇതൊന്നും ഉപയോഗിക്കാത്ത ആളാണ് ഈ രണ്ട് സാധനങ്ങളൊന്നും. അവനൊന്നും അങ്ങനത്തെ അവനെ കണ്ടാ തോന്നുമോ? അപ്പോ
എനിക്ക് തോന്നുന്നു അവനൊരു ചെറിയൊരു ഡബ്ബയിൽ എനിക്കൊന്ന് മൂന്നാറിലായിട്ടുള്ള സമയത്താറ്റം എനിക്കൊരു നമ്മുടെ ഈ ബോട്ടിലിന്റെ ഒക്കെ ക്യാപ്പിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കില്ല, അതിൽ ഒഴിച്ചാൽ തന്നെ അവൻ ഫിറ്റാണ്. അപ്പൊ അങ്ങനെയുള്ള അല്ല, അതൊക്കെ നമ്മൾ വെറുതെ തമാശക്കെന്ന് പറഞ്ഞു. അവന്റെ സിനിമ ഓടുക എന്നുള്ളതൊക്കെ അവനൊക്കെ നമ്മുടെ കൂടെ നമ്മളൊക്കെ ഒരുമിച്ച് വന്നതല്ലേ, അപ്പൊ പിന്നെ അവന്റെ സിനിമ ഓടുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമല്ലേ നമ്മുടെ ലൈഫിൽ. ഫാമിലി സ്റ്റാർ എന്നാണ് ഇപ്പൊ പുള്ളി അറിയപ്പെടുന്നത്. അവൻ തന്നെ വിളിക്കുന്ന ഇപ്പൊ രാജേട്ടൻ വരെ അങ്ങനെയാണ് introduce ആണോ? ചെയ്തത്. നല്ല കാര്യല്ലേ? ആ ഇപ്പൊ ചേട്ടൻ രാജേട്ടന്റെ ഒരു കടുത്ത ആരാധകനാണ്. ബേസിലേട്ടൻ ത്രൂ ഔട്ട് രാജേട്ടനായിട്ടാണ് പടത്തിലും ചെയ്തത്. അപ്പൊ അത് കണ്ടപ്പോ എന്താ അസൂയാണോ തോന്നി, എന്താണ്? അയ്യോ ഇല്ലല്ല, ഞാൻ രാജുവേട്ടനെ ഒട്ടിച്ച് സംവിധാനം ചെയ്യുമല്ലോ, അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടായില്ലല്ലോ. അഭിപ്രായം പറഞ്ഞ സിനിമ അത്. അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു ആ സിനിമയെ കുറിച്ച്. ഞാൻ ഭയങ്കര സിമ്പിൾ ഡയറി എന്നൊക്കെ പറഞ്ഞ അശ്വന്ത് അഭിപ്രായം പറഞ്ഞു. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയോ? ഇല്ല. എന്നാ പിന്നെ അശ്വന്ത് അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. കാരണം അത് ഡിസംബർ 15-ാം തീയതിയാണ് സിനിമ ഇറങ്ങിയത്. 22-ന് പുതിയ ക്രിസ്മസ് സിനിമകൾ വരുന്നു. അപ്പൊ എനിക്കൊന്ന് കഴിഞ്ഞ ഇത്രയും സിനിമകൾക്കിടയിൽ നമ്മൾ ആകെ അഭിപ്രായം കിട്ടിയത് എനിക്കൊന്ന് ഉടലും മറ്റേ നദികൾ സുന്ദരിയും പിന്നെ തരക്കേടില്ലാതെ തിയേറ്ററിൽ അത്യാവശ്യം ആള് കയറി. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഇത്രയും സിനിമകൾക്കിടയിൽ ഇത്രയും ഒരു 3-4 സിനിമകൾ മാത്രമേ ഓടുന്നുള്ളൂ. അതും മലയാളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം എടുത്തു നോക്കുമ്പോൾ തന്നെ ഞാൻ ഇത്രയും എണ്ണത്തിൽ ഇത്രയും സിനിമ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. അല്ലാതെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള പലരുടെ സിനിമ ഓടാനൊന്നുമില്ല. സത്യമല്ലേ? എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള കുറേ പേരുടെ സിനിമയൊന്നും ഓടാനില്ല. കാരണം 100-130 സിനിമയിൽ നിന്ന് ഓടുന്നത് എനിക്ക് തോന്നുന്നു 10-20 സിനിമകളാണ് കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ ഓടിയത്. പക്ഷെ ഞാൻ എണ്ണത്തിൽ അതിലൊരു 30-40 സിനിമ എൻ്റെ ഉണ്ട്. നമുക്ക് റേഷ്യോ കണക്ക് നോക്കുമ്പോൾ കുറച്ചധികം കൂടുതൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ വർഷം മാറിയപ്പോൾ സിനാരിയോ ഒക്കെ മാറി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഈ വർഷം തുടക്കത്തിൽ തന്നെ തിയേറ്ററിൽ ആൾക്കാർ വന്നു തുടങ്ങി, സിനിമകൾ ഹിറ്റാവുന്നു. അപ്പൊ ഒരു നല്ല കാലം എന്ന് പറയാൻ പറ്റില്ല, സുവർണ്ണ കാലം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി എന്നുള്ള ഒരു വലിയ സന്തോഷം തന്നെ. ഏത് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ആൾക്കാർ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറി ഒന്ന് കണ്ടേക്കാം അല്ല കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡിലും ജനങ്ങളുടെ ഒരു മനസ്സിൽ സിനിമയ്ക്ക് വീണ്ടും ഒരു പ്രയോറിറ്റി ആയി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെയും മുന്നത്തെ വർഷത്തെ പോലെയല്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ നല്ലത് മാത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പോകുന്ന പോലെ തന്നെ പോവുക. നല്ലതും വരും, ഈ പറഞ്ഞ പോലെ മോശം സിനിമകളും വരും. അതിന് ഞാനിപ്പോൾ എന്തായാലും വളരെ ചൂസ് ചെയ്ത് വല്ലതും പിക്ക് ചെയ്തിട്ടൊന്നും പോകണില്ല. ഇതിട്ട് പോകുന്ന പോലെ അങ്ങ് പോട്ടെ എന്നായിരിക്കും.